പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ഇന്ന് യോഗം ചേരാൻ പോകുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരുത്തിയ പരിഷ്കാരങ്ങളും പരീക്ഷാ നടത്തിപ്പിന് വിശ്വാസ്യത ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും ചർച്ചയാവും. NTA DG സമിതിക്ക് മുന്നിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ നീറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ ഇതൊക്കെ ഇന്നത്തെ ഈ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതിയിൽ ചർച്ചയ്ക്ക് വരില്ലേ? നീറ്റ് പരീക്ഷ പിന്നീട് നടത്തിയിട്ടുള്ള പുനഃപരീക്ഷ, അതോടൊപ്പം ഇനി അടുത്ത വർഷങ്ങളിൽ നടക്കേണ്ട പരീക്ഷ സംബന്ധിച്ചുമെല്ലാം വിശദമായിട്ടുള്ള ചർച്ച പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ DG ഈ സ്ഥിരം സമിതിക്ക് മുൻപിൽ ഇന്ന് ഹാജരാകുന്നുണ്ട്. പുനഃപരീക്ഷയ്ക്കായി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഒപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഘടനയിലും പരീക്ഷാ നടത്തിപ്പിലും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെല്ലാം തന്നെ വിശദമായി ഈ സമിതിക്ക് മുൻപിൽ NTA DG ബോധ്യപ്പെടുത്തും. കൂടാതെ ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ K. രാധാകൃഷ്ണനും പാർലമെന്ററി സമിതിക്ക് മുൻപിൽ ഹാജരാകുന്നുണ്ട്. കാരണം വലിയൊരു വിദ്യാർത്ഥികളുടെ വിഷയമായി നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള മറ്റ് പരീക്ഷാ നടത്തിപ്പുകളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ മാറിയിരുന്നു. ഇതിനു മുൻപ് ചേർന്ന വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും വരും വർഷങ്ങളിൽ പരീക്ഷയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്ന തരത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നീറ്റ് പുനഃപരീക്ഷയിൽ ചില മാറ്റങ്ങൾ, അതിന്റെ ഘടനയിൽ ചോദ്യപേപ്പർ എത്തിക്കുന്നതിലും ഉൾപ്പെടെ, ഒപ്പം പരീക്ഷാ ഹാളിലെ ക്രമീകരണങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങൾ NTA വരുത്തിയിരുന്നു. ഇതെല്ലാം തന്നെ വിശദമായി പാർലമെന്റുകാരെ സമിതിക്ക് മുൻപിലേക്ക് എത്തിക്കും. അടുത്ത വർഷം മുതൽ പരീക്ഷയുടെ വിശ്വാസ്യത കൂടുതൽ ഉറപ്പാക്കാനുള്ള നടപടികൾ, എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കണം, ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ ചർച്ച നടക്കും. MP-മാരുടെ അഭിപ്രായങ്ങൾ തേടും. ഇക്കാര്യങ്ങളിൽ വിശദമായ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഇന്ന് പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി യോഗം ചേരുന്നത്. 10:30 കൂടിയാണ് യോഗം ആരംഭിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ DG, കൂടാതെ ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ K. രാധാകൃഷ്ണൻ എന്നിവർ സമിതിക്ക് മുൻപിൽ നേരിട്ട് ഹാജരാകും. ശരി, ജിഷ്ണു ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ഇന്ന് യോഗം ചേരാൻ പോവുകയാണ്.